സർ, ഒരു സാധാരണക്കാരൻ വീട് വെക്കാനായിട്ട് സ്ഥലം എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ ആരാണ് ആ സ്ഥലം മേടിക്കുന്നത് അവരുടെ ആവശ്യകതയാണ് ആദ്യത്തെ പ്രധാനം എന്ന് പറയുന്നത്. അതായത് കുട്ടികളുണ്ടെങ്കിൽ തൊട്ടടുത്ത് സ്കൂൾ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ജോലി സ്ഥലം തൊട്ടടുത്താണോ, എപ്പോഴും അതൊന്നും ലഭ്യമായിക്കൊള്ളുന്നില്ല. എങ്കിൽ പോലും പരമാവധി നമ്മൾ അതിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ആദ്യം ഏത് ഏരിയയിലാണ് നമുക്ക് സ്ഥലം വേണ്ടത് എന്നുള്ളതാണ് ഈ സ്ഥലം എടുക്കുന്നതിലുള്ള ആദ്യത്തെ പ്രിഫറൻസ്. അതനുസരിച്ച് നമ്മൾ ആദ്യം പോയി സ്ഥലം കാണുക. സ്ഥലം കണ്ടതിന് ശേഷമാണ് നമുക്ക് ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. നമുക്ക് ആ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് ആ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം മേടിക്കുക. ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് ലീഗൽ ഒപ്പീനിയൻ പോകണം. ഈ ലീഗൽ ഒപ്പീനിയൻ ഞാൻ എപ്പോഴും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ വസ്തു സംബന്ധമായ കാര്യങ്ങൾ മാത്രം നോക്കുന്ന അഡ്വക്കേറ്റുമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് അവർ കൂടുതൽ സ്റ്റഡീഡ് ആയിരിക്കും. അതുകൂടാതെ അവർ പലരും തന്നെ ആയിരിക്കും പല ബാങ്കുകളുടെയും ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ലോണിന് പോവുകയാണെങ്കിലും കൂടുതലും പ്രശ്നങ്ങളില്ലാതെ സമയം എടുക്കാതെ തന്നെ നമുക്ക് ആ ലോൺ പാസ്സായി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതുമാത്രമല്ല, കുറച്ചുകൂടി ആധികാരികമായി നമുക്കൊരു ലീഗൽ ഒപ്പീനിയൻ കിട്ടും. അതല്ല, നമുക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നന്നായി നോക്കുന്ന ഏതെങ്കിലും ആധാരം എഴുത്തുകാരുണ്ടെങ്കിലും അവരെ കൊണ്ടും നമുക്ക് നോക്കിക്കാവുന്നു. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കാനാണ്. നിങ്ങൾ ലീഗൽ ഒപ്പീനിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി കൺസ്ട്രക്ഷൻ അനുയോജ്യമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ എപ്പോഴും പറയുക, നല്ലൊരു എഞ്ചിനീയറെ ഭൂമി മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുക എന്നുള്ളതാണ്. ആ എഞ്ചിനീയർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വഴി പറഞ്ഞു തരാൻ സാധിക്കും. അതായത് ഇത് നിലമാണോ, അതല്ലെന്നുണ്ടെങ്കിൽ അത് പുരയിടമാണോ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അനുയോജ്യമായ രീതിയിലുള്ളതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ലീഗലി നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനുണ്ടോ എന്നറിയാൻ ഭൂമി മേടിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു എഞ്ചിനീയർ നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു ഭൂമി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും, അതായത് ഒരുപാട് ലെങ്ത് കുറയാനും പാടില്ല, ലെങ്ത് കൂടാനും പാടില്ല, അതുപോലെ ബ്രെഡ്ത്ത് കുറയാനും പാടില്ല, ബ്രെഡ്ത്ത് കൂടാനും പാടില്ല. ഇതിനൊരു റേഷ്യോ പ്രത്യേകമായി പറയാനില്ല. അപ്പോഴും ഞാൻ പറയുന്നു, നമുക്ക് ഏത് ഭൂമിയിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമില്ല. നല്ലൊരു എഞ്ചിനീയറുടെയോ നല്ലൊരു ആർക്കിടെക്റ്റോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയ ഭൂമിയിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഐഡിയലി നമ്മൾ പറയുമ്പോൾ ഒരു ലെങ്ത് ബ്രെഡ്ത്ത് റേഷ്യോ ഒരു 10 മീറ്ററെങ്കിലും വീതിയും ഒരു 12 മീറ്ററെങ്കിലും നീളവും ഉണ്ടെങ്കിൽ അത് വളരെ നമുക്ക് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ഥലം എടുക്കുമ്പോൾ ചിലര് 3.1 സെൻസ് അല്ലെങ്കിൽ 3.2 സെൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്. ഇതിലെനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഐഡിയലി എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ 3 സെൻസിൽ താഴെ ഭൂമി എടുക്കുക, അല്ലെങ്കിൽ 4 സെൻസിന് മുകളിലേക്ക് ഭൂമി എടുക്കുക. മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നത്, ഈ 3 സെന്റ് വരെയുള്ള ചെറിയ വസ്തുവിൽ നിങ്ങൾ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഗവൺമെന്റ് കുറച്ച് റിലാക്സേഷൻസ് നൽകുന്നുണ്ട്. അത് ഒരു പോയിന്റ് മാറിയാൽ പോലും നിങ്ങൾക്ക് ആ റിലാക്സേഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ 4 സെൻസ് ഞാൻ പറയാൻ കാര്യം, അത് നിയമാനുസൃതമായതുകൊണ്ടല്ല. ഒരു 4 സെൻസ് ഒരു ഐഡിയലായി എനിക്ക് ഇതുവരെ വരച്ച എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. 4 സെൻസിന് മുകളിലേക്ക്, അതായത് ഒരു മീഡിയം ലെവൽ വീട് വെക്കുമ്പോൾ 4 സെൻസിലേക്ക് മുകളിലേക്ക് വെക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ തന്നെ ഇപ്പൊ പഞ്ചായത്തിലായിട്ടില്ല എന്റെ അറിവില്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയകളിൽ സോൺ അവൈലബിൾ ആണ്. അതായത് ഓരോ സോൺ തിരിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ ആണോ, കൊമേഴ്ഷ്യൽ ആണോ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആണോ എന്നിങ്ങനെ സോണുകൾ തിരിച്ചിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇത് പുരയിടമാണല്ലോ, എന്നിട്ടും ഇതിന്റെ 60%, അതായത് ഈ ഭൂമിയുടെ 60% നമ്മൾ കൺസ്ട്രക്ഷൻ എടുക്കുക റെസിഡൻഷ്യലിന്, അത് അവൈലബിൾ അല്ലല്ലോ എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇപ്പോ നമ്മുടെ അഗ്രികൾച്ചറൽ സോൺ ആണ് എന്നുണ്ടെങ്കിൽ അത് 50% നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പല സോണുകളുണ്ട്. ഈ സോണുകൾ മനസ്സിലാക്കാൻ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മാപ്പ് അവൈലബിൾ ആണ്. ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് സോണാണെന്നും അവിടെ കൺസ്ട്രക്ഷനുള്ള എന്തൊക്കെ റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് എഞ്ചിനീയറുടെ അടുത്താണോ ചെല്ലുന്നത് അയാൾക്ക് നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളുടെ ഭൂമി റോഡ് ലെവലിൽ നിന്നും, മെയിൻ റോഡ് ലെവലിൽ നിന്നും എന്തോരം പൊങ്ങി നിൽക്കുന്നു, താഴ്ന്നു നിൽക്കുന്നു, അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഭൂമിയിലുള്ള വെള്ളം ഒഴുകി പോകേണ്ടത് മെയിൻ റോഡിലേക്ക് വരുമ്പോൾ അവിടെ കാണയോ മറ്റോ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഒഴുകി പോകാനുള്ള
ഇത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? അതിലേക്ക് എത്തുന്നതിന് വേണ്ടി, അതായത് ഒരുപാട് താഴ്ന്നു കിടന്നാൽ മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് വരും. അപ്പോൾ അതിന് ലെവൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് 30-40 സെന്റിമീറ്റർ എങ്കിലും നമ്മുടെ ഗ്രൗണ്ട് ലെവൽ, ബേസ്മെന്റ് അല്ല ഞാൻ പറയുന്നത്, എടുത്ത് മനസ്സിലാക്കുക, ഗ്രൗണ്ട് ലെവൽ ഒരു 30 അല്ലെങ്കിൽ 40 സെന്റ്സ് എങ്കിലും പൊങ്ങി നിൽക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് അത്രയും കോസ്റ്റ് അപ്പൊ നമുക്ക് മുടക്കാനില്ലെങ്കിൽ, ഇപ്പൊ റോഡുമായിട്ട് നമ്മുടെ ഭൂമി ലെവലാണ്, തൽക്കാലം അത് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂട്ടിക്കൊണ്ട് ഒരു റോഡിന്റെ ടാറിങ് മിനിമം 5 സെന്റിമീറ്റർ വരും. അങ്ങനെ ഓരോ പ്രാവശ്യം ടാർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭൂമി താഴത്തേക്ക് പോകും. അപ്പോൾ അതിലേക്ക് ആ ഒരു നാളെ കാലത്ത് ആ ഭൂമി പൊക്കണമെന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ആ ഭൂമി പൊക്കേണ്ടി വരും എന്നുള്ളതും അതിന്റെ ഒരു കോസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഭൂമി എടുക്കാൻ. നമുക്ക് ഏറ്റവും പ്രധാനമാണല്ലോ വെള്ളവും വായുവും എന്നുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് ഏതെങ്കിലും വായുമലിനീകരണത്തിന് പറ്റി ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ വായുമലിനീകരണം ഉണ്ടോ എന്നുള്ളത് തൊട്ടടുത്തുള്ള ആളുകളുമായി സംസാരിക്കുക. നല്ല വായുവുള്ള സ്ഥലം സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു കാര്യമാണ് വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഭൂമി എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ കിണറാണോ കുത്തിയിരിക്കുന്നത്, ആ കിണറിൽ അധികം ഡെപ്ത് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡെപ്ത് പോയാൽ നമുക്ക് വെള്ളം അവൈലബിൾ ആണോ, അല്ലെങ്കിൽ അവിടെ ബോർവെൽ ആണോ ചെയ്തിരിക്കുന്നത്, ആ ബോർവെല്ലിന് വെള്ളം അവൈലബിൾ ആണോ, അതല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ബോർവെല്ലുകാരനുമായി സംസാരിച്ചതിന് ശേഷം അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഭൂമിയിലേക്ക് ആ ഭൂമി എടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കും. അതുകൂടാതെ എപ്പോഴും ഇതെല്ലാം അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പൊ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ അവൈലബിൾ ആണല്ലോ. അതെവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം അത് ഒരുപാട് ദൂരത്താണെങ്കിൽ അവിടം വരെ പൈപ്പ് വലിക്കുന്നതിനുള്ള കാശും ഗവൺമെന്റ് റോഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു പേയ്മെന്റ് നമുക്ക് വരും. അപ്പോൾ എപ്പോഴും ഇതെല്ലാം അടുത്ത് അവൈലബിൾ ആണെന്നല്ല ഞാൻ പറയണം, അങ്ങനത്തെ ഒരു ഐഡിയൽ ഭൂമി കിട്ടണം എന്നല്ല പറയുന്നത്. പക്ഷെ ആകുമ്പോഴേക്കും ഇത്രയും അടുത്ത് കിട്ടിയാൽ നമ്മൾ കോസ്റ്റ് കുറയും. അതല്ലെങ്കിൽ ആ കോസ്റ്റും കൂടി നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫണ്ട് ചെലവാകുന്ന ഒന്നാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്ത് ഫൗണ്ടേഷൻ ചെയ്യും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിന്റെ ചുറ്റുപാടുമുള്ള വീടുകളിൽ എന്ത് ഫൗണ്ടേഷൻ ആണ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം ഒന്ന് നമ്മൾ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൂടാതെ തൊട്ടടുത്ത് കിണറോ മറ്റെന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ആ കിണറിൽ നോക്കിയാലും ഒരു പരിധി വരെ നമുക്ക് അവിടുത്തെ ഒരു സോയിൽ സ്ട്രാറ്റ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള വീടുകൾ, നമ്മൾ പണിയാൻ പോകുന്ന വീടുകളുടെ ഇപ്പൊ 2 നിലയാണെങ്കിൽ 2 നിലയ്ക്ക് അവിടെ എന്ത് കൺസ്ട്രക്ഷനാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അതുകൂടാതെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് തൊട്ടടുത്ത വീട്ടുകാരുമായോ അല്ലെങ്കിൽ തൊട്ടടുത്ത കടയുമായോ നമ്മളൊന്ന് സംസാരിക്കുക. അവിടെ കാലങ്ങളായി താമസിക്കുന്ന ആളുകളുമായോ ഒന്ന് സംസാരിക്കുക. അവിടെ ആ ഭൂമി നേരത്തെ എന്തായിരുന്നു, എങ്ങനെയാണ് കിടന്നിരുന്നത്, ഏതെങ്കിലും കൃഷി ചെയ്തിരുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ചിലപ്പോൾ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ചെയ്യുന്നത്, ആ ഭൂമിയുടെ ഏതെങ്കിലും സൈഡിലായി വലിയൊരു കുളം പണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ കിണറുണ്ടായിരുന്നു, അത് മൂടിയിട്ട് എത്ര വർഷങ്ങളായി, ഒരു 12 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് ഒക്കെ ഏകദേശം ആവും. ഇതൊക്കെ നമ്മൾ അയൽവാസികളോട് സംസാരിച്ചിട്ട് വേണം ആ ഭൂമി എടുക്കാൻ. അതിനുശേഷം ഞാൻ കൃത്യമായി പറയുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഒരു 18,000-നും 20,000-നും ഇടയ്ക്ക് നമുക്ക് സോയിൽ ടെസ്റ്റ് അവൈലബിൾ, അതായത് 12,000-നും 20,000 റുപ്പീസിനും ഇടയ്ക്ക് നമുക്ക് സോയിൽ ടെസ്റ്റ് അവൈലബിൾ ആണ്. ഞാൻ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ എത്തുകയാണ്. നിലവും പുരയിടവും. നിലത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നിലത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിന് ഗവൺമെന്റ് കുറച്ച് നിബന്ധനകൾ, കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു വ്യക്തി ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ 10 സെന്റിൽ താഴ്ത്തായിരിക്കണം, 120 m² താഴ്ത്തായിരിക്കണം, അതായത് ഏകദേശം 1290 സ്ക്വയർ ഫീറ്റിൽ താഴെയാണെങ്കിൽ നമുക്ക് നിലത്തിലും വീട് വെക്കാം. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി അതൊരു കൊമേഴ്ഷ്യലാണ്, ഒരു കടമുറിയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 സെന്റിൽ താഴ്ത്തായിരിക്കണം, 40 m² താഴ്ത്തായിരിക്കണം, അതായത് 430 സ്ക്വയർ ഫീറ്റിൽ താഴ്ത്താണെങ്കിൽ നമുക്ക് നിലത്തിലും ഈ പറയുന്ന കണ്ടീഷനുകളോടുകൂടി കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്നും ഒരു സാധാരണ വീട് വെക്കുന്ന ഒരു കണ്ടീഷൻസ് എല്ലാം മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന്റെ താഴത്ത് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും എന്നെ വിളിക്കാവുന്നതാണ്.